KSRTC മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കുറേ പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ മറ്റ് RTCകളുടെ മുന്നിലേക്ക് KSRTC കയറുകയാണ്. എല്ലാ രംഗത്തും ടോട്ടൽ ഡിജിറ്റലൈസേഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എക്സ്പോയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത ടോട്ടൽ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് പൂർത്തിയാകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇൻവെൻട്രി സോഫ്റ്റ്വെയർ, സാധനങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും അടക്കമുള്ള സോഫ്റ്റ്വെയർ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ ആശയത്തിനനുസരിച്ച് ഓപ്പറേഷൻസ്, ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവലായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് മാറ്റിക്കൊണ്ട് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷനെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെയും സഹായിക്കത്തക്ക രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. AI അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയറാണ് നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കാണിച്ചത്. KSRTCയെ കുറിച്ചുള്ളൊരു പരാതി, വരിയായിട്ട് വണ്ടി പോകുന്നു, ഇവരെന്തിനാണ് നഷ്ടത്തിൽ ഇങ്ങനെ ഓടുന്നത്, ആളില്ലാത്ത സമയത്ത് എന്തിനു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. ഈ സോഫ്റ്റ്വെയർ പൂർണ്ണതോതിൽ നിലവിൽ വരുമ്പോൾ KSRTCയുടെ നഷ്ടം ഷെഡ്യൂളിങ്ങിൽ ഈ ഒരു ഡെഡ് മൈലേജ് ഓടുന്നതിൽ തന്നെ ഏതാണ്ട് 45% വരെ ഒരു ദിവസം നഷ്ടം കുറയും. ഒരു ദിവസം നഷ്ടം 45% കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത്. അനാവശ്യമായ ഡീസലിൻ്റെ ചെലവ് കുറയും, ടയറിൻ്റെ തേയ്മാനം കുറയും, ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണും ടിക്കറ്റിൻ്റെ ഡേറ്റയും GPS വണ്ടി എവിടെ നിൽക്കുന്നുള്ള പൊസിഷനിങ് ഡേറ്റയും വെച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. 24 hours AI സപ്പോർട്ടഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു വണ്ടിക്ക്, ഏത് വണ്ടിയാണ് ബഞ്ചിങ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നമ്മളവിടെ നിങ്ങളെ കാണിച്ചു, മാധ്യമപ്രവർത്തകരെ കാണിക്കുകയുണ്ടായി, എവിടെയാണ് വണ്ടി ബഞ്ചിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഏത് വണ്ടിയുടെ ടൈമാണ് മാറ്റേണ്ടത്, ഇത് അഡ്വൈസ് തരും നമുക്ക്. അപ്പോൾ ആ വണ്ടിയുടെ ടൈം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റണമെന്നും ഈ സോഫ്റ്റ്വെയർ തന്നെ അഡ്വൈസ് തരും. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. വിദേശ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണിത്. മന്ത്രിയാവുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഇതിനെ നിയന്ത്രിച്ചാൽ, ഈ മാനുവലായിട്ട് പോകുമ്പോൾ പല താല്പര്യങ്ങളാണ്. അപ്പോൾ MLA ഒരു കത്ത് തന്നു, അല്ലെങ്കിൽ MP ഒരു കത്ത് തന്നു, മന്ത്രി ഒരു ബസ് അനുവദിച്ചു, ഇങ്ങനെയാണ് ഇത് നശിച്ചത്. പിന്നെ ജീവനക്കാരും അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്യൂട്ടി, വേണ്ടപ്പെട്ടവർക്ക് 2 ഡ്യൂട്ടി കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് വണ്ടികൾ ഓടിക്കുക. ഇതാണ് നമ്മൾ നശിക്കാനുള്ള കാരണം. ആ നശിക്കാനുള്ള കാരണത്തിൽ നിന്ന് മോചനം ഇതാണെന്ന് മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ, പണ്ട് മന്ത്രിയായിരുന്ന ആളാണല്ലോ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ആശയം ഉണ്ടായിരുന്നു. മുൻവരുന്ന പല മന്ത്രിമാരോട് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ പക്ഷേ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ ഞാൻ KSRTCയുടെ CMD ശ്രീ പ്രമോദ് ശങ്കറിനെ എല്ലാ RTCകളുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോഴും ഞങ്ങൾ ഒരു പരസ്യം ചെയ്തു, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം എന്ന്. അങ്ങനെ 4-5 കമ്പനികൾ അതിൽ പങ്കെടുത്തു. അതിൽ നിന്ന് ഏറ്റവും മികച്ചത് നമ്മൾ നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്തത്. അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എല്ലാം, സ്റ്റാർട്ടപ്പിൽ നിന്നും എല്ലാം വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ നമ്മുടെ പർപ്പസ് സർവ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഉപകാരപ്രദമായൊരു സോഫ്റ്റ്വെയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൊറിയർ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി. അക്കൗണ്ട്സ് സോഫ്റ്റ്വെയർ ഇപ്പോൾ റെഡിയാവും. അക്കൗണ്ട് സോഫ്റ്റ്വെയർ റെഡിയാവുന്നതോടുകൂടി ഓരോ നിമിഷവും KSRTCയുടെ വരവ് ചെലവ് കണക്കുകൾ, ലാഭം നഷ്ടം, ഇത് കറക്റ്റായിട്ട്, അതായത് ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ സാധാരണ ഒരു പൊതുമേഖലാ സ്ഥാപനം അക്കൗണ്ടന്റ് ജനറലിന് ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം എടുക്കും. പക്ഷേ KSRTC 2023 വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ട, കാരണം വെച്ചാൽ അവർക്ക് 2022 വരെ എത്തിയുള്ളൂ. നമ്മൾ 2023 വരെയുള്ള എല്ലാ അക്കൗണ്ട്സും കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്നതോടെ നമുക്ക് ഈ നിമിഷം, ഈ നിമിഷത്തിൽ എന്താണ് KSRTCയുടെ സാമ്പത്തിക നില, എന്തൊക്കെ ചെലവ് എന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട്, ഒരു ബാലൻസ് ഷീറ്റ് കൃത്യമായി കൊടുക്കാൻ പറ്റും. ഡ്രൈവിംഗ് സ്കൂളിൻ്റെയൊക്കെ ഇപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ത് പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത്രയ്ക്കും അക്കൗണ്ടബിലിറ്റിയാണ് KSRTC വന്നിരിക്കുന്നത്. കള്ളക്കണക്കുകളില്ല. ഇനി ബഡ്ജറ്റ് ടൂറിസം ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിസർവേഷനെല്ലാം അതിലായിരിക്കും. അതുകൂടാതെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ വരുന്ന അന്നുള്ള കണക്ക് ഈ കോർഡിനേറ്റർ അന്നന്ന് തന്നെ സ്കാൻ ചെയ്ത്, ബില്ലടക്കം സ്കാൻ ചെയ്ത് കയറണം. കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എവറി ഡേ ബഡ്ജറ്റ് ടൂറിസം ഓരോ സ്ഥലത്തെയും അക്കൗണ്ട്, പിന്നീട് ഒരു സെറ്റിൽമെൻ്റ് ഇല്ല, പിന്നെ ഒരു ഓഡിറ്റിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ KSRTCക്ക് അത് ഗുണം ചെയ്യും. അതായത് KSRTC എന്ന് പറയുന്നത് ഏറ്റവും ടെക്നിക്കലി പുറകോട്ടുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തു. ഉദാഹരണത്തിന് തന്നെ എസ്റ്റേറ്റ് വാടക പിരിച്ചാലായി, പിരിച്ചില്ലെങ്കിലായി, ഇതായിരുന്നു സ്ഥിതി. ഇപ്പം അത് മാറി.
വാടക ഒരാൾ തന്നില്ലെങ്കിൽ CMDയുടെ ടേബിളിലിരിക്കുന്ന കമ്പ്യൂട്ടർ വരെ വാടക ഇന്നാൾ തന്നിട്ടില്ല എന്ന് പറയും. വാടക എല്ലാം ഓൺലൈനാക്കി, കയ്യിൽ പൈസ വാങ്ങിച്ച് വയ്ക്കാൻ ഒക്കില്ല. കൃത്യസമയത്ത് വാടക തന്നില്ലെങ്കിൽ അലർട്ട് വരും. ഈ അലർട്ട് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥനും കിട്ടും, എസ്റ്റേറ്റ് സെക്ഷനിൽ കിട്ടും. ഇവരെല്ലാവരും കൂടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇയാൾ കൃത്യമായിട്ട് വാടക അടയ്ക്കും. ഇനി നമ്മളെ വണ്ടി ക്ലീനിങ് ആണ്. വണ്ടി ക്ലീനിങ് നമ്മൾ കുടുംബശ്രീയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. വണ്ടി ക്ലീനിങ് കുടുംബശ്രീ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും വണ്ടി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അടുത്ത ഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിക്കകത്ത് ഫുഡ് കൊടുക്കുന്ന കാര്യമാണ്. അതായത് വണ്ടിക്കകത്ത് വലിയ വേസ്റ്റ് ഉണ്ടാക്കാത്തത്, ഇഡ്ഡലിയും ദോശയും സാമ്പാറൊന്നുമല്ല, അത്യാവശ്യത്തിന് ഒരു യങ് ജനറേഷൻ ഫുഡുണ്ടല്ലോ, അധികം വേസ്റ്റ് വരാത്ത, എന്നാൽ വലിയ കുക്കിംഗ് ഒന്നും വേണ്ടാത്ത, ഓയിലൊക്കെ കുറവുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റവും മിനിമം പാക്കിങ്ങിൽ കൊടുക്കുന്ന ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റഡി നടക്കുകയാണ്. സ്റ്റഡി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് CMD അത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളത് ഒരു ധാരണയിലെത്തും. ഇത് ഈ ഫെസിലിറ്റിയൂടെ കൊടുക്കുകയാണ്. ഈ പോസ്റ്റ് മെഷീൻ ടിക്കറ്റ് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി, അതായത് പൈസ ബില്ലടിച്ച് കൊടുക്കാനും കാര്യങ്ങൾക്കും വാടക തന്നു എന്നുള്ളതിനാണ്. ഇത് ലിങ്ക്ഡാണ് മറ്റേ സോഫ്റ്റ്വെയറുമായിട്ട്. അപ്പോൾ ആർക്കും വാടക തരാതെ KSRTC ഇരിക്കാൻ പറ്റില്ല. ഫൈൻ വരും. വാടക തന്നില്ലെങ്കിൽ ഫൈൻ വരും. അതെ, ആ മെഷീൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഡിപ്പോയിലേക്കും. അപ്പോൾ അത് വരുമ്പോൾ വാടക സമയത്ത് തന്നില്ലെങ്കിൽ ഫൈൻ വരുമെന്ന് മാത്രമല്ല, 2 വർഷമാണ് കാലാവധി. ഈ 2 വർഷം കഴിഞ്ഞ് പുതുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വ്യവസ്ഥയാണ്, ഞാൻ മന്ത്രി ശേഷം കൊണ്ടുവന്ന വ്യവസ്ഥയാണ്. വാടക കൃത്യമായി അടയ്ക്കാത്തവർക്ക് 2-ാം വർഷം കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും പുതുക്കി കൊടുക്കാൻ പറ്റില്ല. വാടക കറക്റ്റായിട്ട് അടയ്ക്കണം, വൈദ്യുതി കറക്റ്റായിട്ട് അടയ്ക്കണം, വെള്ളത്തിൻ്റെ ബില്ല്, പഞ്ചായത്ത് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അടയ്ക്കാത്ത ആളുകൾക്ക് ഈ പുതുക്കുന്നതല്ല. ഇനി ഏത് സ്വാധീനത്തിൻ്റെ പുറത്തായാലും അവരെ വാടകക്കാരെന്നുള്ളതിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതുക്കി കൊടുക്കും, അവർക്ക് പുതുക്കി കൊടുക്കും. അല്ലാതെ ഈ വേല കാണിച്ചിരുന്ന 1 മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി പുതുക്കണ്ട എന്നാണ് ബോർഡ് തീരുമാനം. KSRTC ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നിലപാട് അതാണ്. വാടക കറക്റ്റായിട്ട് കിട്ടണം. വാടകയിലൊക്കെ വലിയ വർധനമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഈ ഒരു 1.5-2 കോടി രൂപയോളം വാടക കൂടുതൽ പിരിക്കാൻ KSRTC എസ്റ്റേറ്റ് സെക്ഷന് കഴിഞ്ഞിട്ടുണ്ട്. അവർ പരമാവധി സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. വളരെ വേഗത്തിൽ പരമാവധി സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് KSRTC വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാൻസർ പേഷ്യൻറ്റിന് ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതിയുടെ കാർഡ് ഇന്ന് വിതരണം ചെയ്യണം. സാധാരണ പ്രഖ്യാപനമേ വരാറുള്ളൂ. നടക്കുന്നില്ല എന്നൊരു പരാതി മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ കാർഡ് തയ്യാറാക്കി. ആ കാർഡിൽ ഒരാളെ രോഗിയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള കാർഡാണ്. ഹാപ്പി ലോങ് ലൈഫ് എന്നൊരു കാർഡാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ അത് നമ്മൾ താഴെ ജീവനക്കാരെ മുമ്പിൽ വെച്ച് തന്നെ ലോഞ്ച് ചെയ്യാം, താഴെ വെച്ചിട്ട്. അതിൽ ഒരു സ്ഥലത്തും രോഗിയാണെന്ന് പറയുന്നില്ല. 6 മാസത്തേക്കാണ് കൊടുക്കുന്നത്. താമസിക്കുന്ന സ്ഥലം മുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വരെയുള്ള ട്രിപ്പാണ്. മിസ്യൂസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊരു പ്ലസൻറ്റ് കാർഡാണ്, ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡാണ്. അത് കാണുമ്പോൾ ഒരു വിഷ് എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു രോഗിയാണെന്ന് തോന്നുന്നില്ല, തനിക്ക് ദീർഘമായൊരു സന്തോഷമുള്ള ജീവിതമുണ്ടെന്ന് പ്രോമിസ് ചെയ്യുന്നൊരു കാർഡാണ്. നമ്മൾ അങ്ങനെ ഒരു പേരിട്ടതാണ്. പിന്നെ മാത്രമല്ല, ഇന്ന് ജീവനക്കാർക്ക് വേണ്ടി, വനിതാ ജീവനക്കാർക്ക് വേണ്ടി പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഗംഗാരൻ ഡോക്ടറിൻ്റെ ഒരു നമുക്ക് വേണ്ടി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജീവനം ക്യാൻസർ സൊസൈറ്റി പത്തനാപുരത്തെ പുന്നല അവരെല്ലാവരും സംസാരിച്ച് ഞങ്ങളൊരു തീരുമാനത്തെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു സൗകര്യം നമുക്ക് ചെയ്യണം. എല്ലാ വനിതാ ജീവനക്കാരുടെയും ഒരു ക്യാൻസർ പരിശോധന അദ്ദേഹത്തിൻ്റെ മൊബൈൽ യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് തുടങ്ങിയതിന് ശേഷം മറ്റ് യൂണിറ്റുകളിലേക്ക് നമ്മൾ ഓൾറെഡി ജീവനക്കാർക്ക്, വനിതാ ജീവനക്കാർക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ തന്ന ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ അവരുടെ ചില ഡേറ്റകൾ ചോദിച്ചിട്ടുണ്ട്. ആ ഡേറ്റ ഫില്ല് ചെയ്ത് തരുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടവരെ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് തന്നെ നമ്മളങ്ങ് എടുക്കും. അവരെ ടെസ്റ്റ് ആദ്യം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആശങ്ക വേണ്ട, അത്തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും ഞാൻ പറയുന്നു, അതിന് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി അലയാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി, ഒരു സംഗതി ഞങ്ങൾ ഒപ്പിക്കും. ഏതാ നമ്മളെ ക്യാൻസർ രോഗം കണ്ടെത്തി അയ്യോ ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം വരില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കും. അത് ഇപ്പോഴല്ല, ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളെ ആകർഷിക്കാനുള്ളൊരു സാധനമാണ്. KSRTCയുടെ ഹൈ ക്ലാസ് വണ്ടികളിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഇതിലൊരു ബുക്കുണ്ട്. ഇത് വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയമാണ്. ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്ന ഒരു ബുക്ക് കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കാൻ. കുഞ്ഞുങ്ങൾ വണ്ടിയിൽ വരച്ച് വയ്ക്കരുത് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഷാജിക്ക് ഒരു പരാതിയുണ്ട്. വണ്ടി വരച്ച് കളയുന്നു. ക്രയോൺസ് ഉണ്ട് അതിനകത്ത്. പിന്നെ കുറച്ച് ഐ ലവ് KSRTCയുടെ ബലൂണുണ്ട്, ടിഷ്യൂ പേപ്പറുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ട്. ഇങ്ങനൊരു കിറ്റ് കണ്ടക്ടർ കൈമാറും കുഞ്ഞുങ്ങൾക്ക്.